സുഹൃത്തുക്കളെ, നമ്മളിന്ന് മലയിലാണ് നിൽക്കുന്നത്. കുടിയത്ത് നിന്ന് ഇനി താഴെ വരണം. ഒരു ആളിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ചില കൗതുകപരമായിട്ടുള്ള കാഴ്ചകളും പണ്ടത്തെ ഈ അരിയൊക്കെ ഇടിക്കുന്ന സാധനങ്ങളൊക്കെ കാണുകയുണ്ടായി. അത് നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ ഈ പാലം കയറിയാണ് പോളെ. ഈ പാലത്തിൽ കൂടെ പോകുന്നത് ഒരു പ്രത്യേക ശൈലിയാണ്. കണ്ടോ, ഈ പാലത്തിൽ പോകുന്ന വെച്ചാൽ അതിസാഹസികമായിട്ടാണ് നമുക്ക് ഈ പാലത്തിൽ കൂടെ പോകാനുള്ളത്. അതിസാഹസികമായിട്ട് വരണം. വാ. ഇപ്പോൾ വീട്ടിനകത്തോട്ട് കയറാം. വീട്ടിനകത്തോട്ട് കയറുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഉരൾ. പണ്ട് അരിയൊക്കെ ഇടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണിത്. മര ഉരളെന്ന് പറയും. പിന്നെ കയറി വന്നപ്പോൾ ഇതാ മഞ്ഞൾ ചെത്തിയിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ അരിഞ്ഞ് ഉണക്കാൻ വേണ്ടി ഇടും. അടുത്ത് ഇതാണ് നിലംതല്ലി എന്ന് പറയുന്ന സംഭവം. നിലംതല്ലി എന്ന് പറഞ്ഞാൽ പണ്ട് ഇങ്ങനെ തറ അടിച്ചൊതുക്കുന്ന സംഭവമാണ്. ഇത് ചെറിയൊരു ഇതാണ്. ഒരു ഇതേപോലെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് വെച്ച് ഇതിപ്പോൾ ഏകദേശം ചെറുതായിട്ടുണ്ട്. ഇതിൻ്റെ ഒലക്ക ഇല്ല, നോക്കാം. അപ്പം ഇതാണ് അവരുടെ വീട്. അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് പോകാം. സുഹൃത്തുക്കളെ, നമുക്ക് വേണ്ട മരിച്ചിനി ഇവിടെ അമ്മ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്മ. ഇവിടെ തറയിലാണ് വേവിക്കുന്നത്. നല്ല മരുതും വിറവാണ്. പിന്നെ ഇതൊക്കെയാണ് ഇത്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചിനിയൊക്കെ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. നമ്മളിവിടെ തുടുപ്പെന്ന് പറയും. തുടുപ്പ്. ഇത് ചിരവ. ഒരു തടിയിൽ തന്നെ സെറ്റ് ചെയ്ത ചിരവയാണത്. ഇത് പണ്ടത്തെ ഇതേപോലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതാണ് ഉറി. പണ്ടത്തെ ഉറി. ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും ഉറി. ഇത് ഈറ കൊണ്ടിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും. ഇതാണ് ഇവരുടെ ചെറിയൊരു അടുക്കള. ഉറി എങ്ങനെയുണ്ട്? അമ്മ അതിൻ്റെ ഇതെന്തര ഇത് ഒലക്ക? ഓ ഓ ഓ എന്താ സുഹൃത്തുക്കളെ, അമ്മ അതിൽ ഇടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. എന്താ ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇടിക്കണത് പണ്ട്. ഓഹോ ഹോ ഹോ ഹോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. ഓക്കെ അമ്മ. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, ഇവിടെ കിണറിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊക്കപ്പുറത്ത് പാറയുടെ പുറത്തൊക്കെ വെള്ളങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ഈ ഓസിട്ടാണ് ഇവിടെ വെള്ളം എടുക്കുന്നത്. അതിൻ്റെ കാഴ്ചയും കൂടെ കാണിച്ചു തരാം. ഇതാണ് എന്താ ഒരു പാത്രമൊക്കെ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓസ്. ഈ ഓസ് വഴിയാണ് അവർ വെള്ളം ഓസ് വഴിയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഇങ്ങ് മേളിലുള്ള കുന്നിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. എന്താ അപ്പോൾ 24 മണിക്കൂറും വെള്ളം ഉണ്ടാവും. അപ്പോൾ അവർക്ക് കിണറിൻ്റെ ആവശ്യം വരുന്നില്ല. പാത്രം ഉണക്കാനായിട്ട് ഇരിക്കുന്ന ഒരു സംഭവം. സുഹൃത്തുക്കളെ, മഞ്ഞയൊക്കെ വെട്ടി കൊണ്ടിങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട്. ഇനി ചെത്തി അരിഞ്ഞ് ഉണക്കിയതിന് ശേഷം ചന്തകളിൽ കൊണ്ട് ഒരു വിൽക്കും. അപ്പോഴും നല്ല മരിച്ചിനിയും ചാളമീനും മുളകും. മരിച്ചിനിയും ചാളമീനും. ചാളമീനും പെട്ടി. ഈറേലോ കൊണ്ട് മുടയുന്ന പെട്ടി. സുഹൃത്തുക്കളെ, അമ്മ മഞ്ഞ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് കാണാം. ഈ മഞ്ഞ ചെത്തി വെള്ളത്തിൽ ഇടും, മണ്ണ് പോകാൻ വേണ്ടി. എന്നിട്ട് കഴുകി അരിയും. കഴുകി വെള്ളം തോർത്തി ഉണക്കും. ഉണക്കി കോട്ടർ കൊണ്ടുവന്ന് വിൽക്കും. അതാണ് പരിപാടി. ഇത് എത്ര ദിവസത്തെ പരിപാടിയാണ് ഇതൊക്കെ ആണെങ്കിലും? 5-6 ദിവസത്തെ പരിപാടി ചെയ്താലേ നടക്കുള്ളൂ. വിളയിൽ കിടക്കണ നമ്മൾ കാടുണ്ടും, കാട് പറിച്ച് വെട്ടിയിളക്കി എടുത്ത് കൊണ്ടുവന്ന് ഇതേപോലെ ഇന്ന് ചെത്തി അരിഞ്ഞ് ഉണങ്ങാൻ കാറ്റും വെയിലും ഉണ്ടെങ്കിൽ 3 ദിവസം പിടിക്കും. 3 ദിവസം പാറയിലോത്തിട്ടല്ലേ ഉണക്കണം? കാറ്റില്ലെങ്കിൽ ഒരു 5 ദിവസം കിടക്കും. കാറ്റും വെയിലും ഉണ്ടെങ്കിൽ 3-ൻ്റെ അന്ന് വരാം. അപ്പോൾ സുഹൃത്തുക്കളെ കണ്ട, മഞ്ഞ അരിഞ്ഞ് ഈ ഒരു വെള്ളത്തിൽ 2 വെള്ളം കഴുകും. 2 വെള്ളം കഴുകിയതിന് ശേഷം അരിഞ്ഞ് ഉണക്കിയാണ് ഈ സാധനം നമ്മളെ കോട്ടൂർ ചന്തയിലെത്തിച്ച് അവിടെയാണ് കൊടുക്കുന്നത് അവർ. അപ്പോൾ ഇതിനും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇതിനെ 2 പ്രാവശ്യം കഴുകും കേട്ടോ, നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷമേ ഇവർ അരിഞ്ഞ് പാറയുടെ പുറത്തിട്ട് ഉണക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം ഒരു വീട്ടിലെ അവസ്ഥ ഈ അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അവരുടെ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അവർ മഞ്ഞ ചെത്തുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. അമ്മ ഒരു ടാറ്റ കൊടുക്കും.